ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. UK ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി കാത്തിരിക്കുന്നവർക്കെല്ലാം ഒരു സന്തോഷ വാർത്തയാണ്. ഇനി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം ആശ്വാസകരമായ വാർത്തയാണ്. അപ്പോൾ എന്തൊക്കെയാണ് അപ്ഡേഷൻ എന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. എല്ലാവർക്കും ലെൻഡ് വ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാത്തിരിപ്പിൻ്റെ സമയം കുറയ്ക്കുക എന്നുള്ളതാണ്. അത് 10 മാസത്തിൽ നിന്ന് 7 മാസമായിട്ട് കുറയ്ക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ 450 എക്സാമിനേഴ്സിനെ പുതിയതായിട്ട് നിയമിച്ചുകൊണ്ട് അതിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്തുവാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് വളരെയധികം ആശ്വാസപ്രദമായ ഒരു വാർത്ത തന്നെയാണ്. ഈ 450 എക്സാമിനേഴ്സിന് വേണ്ടിയുള്ള റിക്രൂട്ട്മെൻറ്റ് UK ഉടനീളം 2 ഫേസുകളായിട്ട് ഓൾറെഡി അതിൻ്റെ ജോബ് അഡ്വർടൈസ്മെൻറ്റ് സിവിൽ സർവീസ് ജോബ് വെബ്സൈറ്റിൽ ഓൾറെഡി വന്നതാണ്. അത് ആദ്യത്തെ ഫേസ് ജൂലൈ മാസങ്ങളിൽ വന്നായിരുന്നു കഴിഞ്ഞ വർഷം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഫേസ് അത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുവഴി ഒത്തിരി പേര് ആളുകളെ അവർ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഉടനടി തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാകും. ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ട്രാൻസ്പോർട്ട് പുറത്തുവിട്ട കണക്കിൽ മാർച്ച് അവസാനം വരെയുള്ള, അതായത് 12 മാസത്തിനുള്ളിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനായി കാത്തിരിക്കുന്നവരുടെ എണ്ണം 1.9 ദശലക്ഷം ആളുകളാണ്. അപ്പോൾ ഈ ഒരു കാത്തിരിപ്പിൻ്റെ ദൈർഘ്യം കുറയ്ക്കുക എന്നൊരു ലക്ഷ്യം, അതുപോലെ തന്നെ വളരെയധികം എഫക്റ്റീവായിട്ടും അതുപോലെ തന്നെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാവർക്കും, അതായത് ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ കൈകളിൽ എത്തിച്ചേരുക എന്നൊരു ലക്ഷ്യം ഇതിൻ്റെ പുറകിലുണ്ട്. ഈ കാത്തിരിപ്പ് ഒഴിവാക്കി എത്രയും പെട്ടെന്ന് ലൈസൻസ് കിട്ടാനുള്ള വഴിയാണ് തുറന്നിരിക്കുന്നത്. വിപുലമായ ചില പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി വിവിയൻ ഗ്രീൻവുഡ് ഇതിനോടകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാത്തിരിപ്പും മാത്രമല്ല, ഈ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതിൻ്റെ പുറകിൽ ഒത്തിരിയേറെ ഏജൻറ്റുകളും കളിക്കുന്നുണ്ട്. അവരുടെ ചൂഷണമെല്ലാം ഒഴിവാക്കുമെന്നും അത് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ കടുത്ത ശിക്ഷ നൽകുമെന്നും മന്ത്രി അതിനോടകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾക്കറിയാം, ഒരു ടെസ്റ്റ് തോറ്റു കഴിഞ്ഞാൽ അടുത്ത ടെസ്റ്റിനായി 10 വർക്കിംഗ് ഡേയ്സ് കാത്തിരിക്കണം. എന്തായാലും പുതിയ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരുവാൻ തന്നെയാണ് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ Facebook പേജ് കൂടെ ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.